സാങ്കേതികത്വത്തിൽ കുരുങ്ങി സാങ്കേതിക സർവകലാശാല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നു. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കുള്ള സേവനവും മുടങ്ങുമെന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിയാത്തതോടെയാണ് ഈ പ്രതിസന്ധി അതീവ രൂക്ഷമായത്. സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇവിടുത്തെ വാഹനങ്ങൾ ഓടിക്കാൻ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യം. പെൻഷൻകാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് 2 മാസവും. പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യും. സംസ്ഥാനത്തെ ഒരു സർവകലാശാല സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പണമുണ്ട്, പക്ഷേ 1 രൂപ പോലും ചെലവഴിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സിൻഡിക്കേറ്റ് ചേർന്ന് ബജറ്റ് അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, പെൻഷനും മുടങ്ങി. ഇന്ധനം നിറയ്ക്കാൻ കഴിയാത്തതിനാൽ സർവകലാശാല വാഹനങ്ങളും കട്ടപ്പുറത്താണ്. വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എത്തിച്ചു നൽകുന്ന തപാൽ വകുപ്പിനും പണം നൽകാനുണ്ട്. സെർവറുകൾ സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് 2 മാസം കഴിഞ്ഞു പണം നൽകിയിട്ട്. 1 മാസം 87 ലക്ഷം രൂപ വീതമാണ് അടക്കേണ്ടത്. കമ്പനി സേവനം നിർത്തിയാൽ ബിടെക് പഠനം അടക്കം സ്തംഭിക്കും. സർവീസ് ദാതാക്കളായ ആമസോൺ ക്ലൗഡിനും പണം നൽകിയിട്ടില്ല. ഇന്റർനെറ്റ് സേവനം നൽകുന്ന BSNLനും കെ ഫോണിനും നൽകേണ്ട തുകയും കുടിശ്ശികയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലയുടെ പരീക്ഷകളും ഫലപ്രഖ്യാപനങ്ങളും ഈ വർഷത്തെ ബിടെക് പ്രവേശന നടപടികളും ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സർവകലാശാല പ്രവർത്തനം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിക്കാതെ താൽക്കാലിക വൈസ് ചാൻസലർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായും അതിനാൽ സഹകരിക്കില്ല എന്നുമാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇതിനിടെ VCയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ഈ മാസം 13-ന് SFI നേതാക്കളുമായി വൈസ് ചാൻസലർ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള സേവനം കൂടി തടസ്സപ്പെട്ടാൽ പൂർണ്ണ സ്തംഭനാവസ്ഥയിലേക്ക് ഈ സർവകലാശാല പോകും. അടിയന്തര ഇടപെടൽ വേണം. സമവായത്തോടെ വിദ്യാർത്ഥികളുടെ സേവനമെങ്കിലും നടപ്പാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.